എടോ കൊടുവള്ളി, ഇനി എന്താ ഒരു പരിഹാരം? ഇയാള് സുധാകർജിയോട് സംസാരിച്ചല്ലോ, അയാൾ പറഞ്ഞത് മനസ്സിലായല്ലോ. ഇപ്പൊ വിനീഷ് പറഞ്ഞിട്ട് പോയത് മനസ്സിലായല്ലോ. പക്ഷേ തന്റെ ചേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയത് മാത്രം തനിക്ക് മനസ്സിലായില്ല. ഇക്കാര്യത്തിൽ എന്താ ഇനി മനസ്സിലാക്കാനുള്ളൂ കൊടുവള്ളി? ഈ പ്രൊജക്ട് ഇല്ലാതാക്കാൻ വേണ്ടി അയാൾ നടത്തുന്ന ഒരു ഇന്നർ പ്ലേ. ഇങ്ങനെ ഒരു നാടകം ആരാ പ്ലാൻ ചെയ്ത്? കൊടുവള്ളി ഇങ്ങനെ ഒരു പാർട്ട്ണറുടെ കാര്യം എപ്പോഴാ അറിഞ്ഞത്? അയാളെ ഹോട്ടലിൽ വന്ന് കയറിയപ്പോ അല്ലേ? ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിന്റെ കാര്യം സുധാകർജി നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ആദിത്യ കൃഷ്ണനുമായിട്ടുള്ള ധാരണ ഇപ്പൊ ഉണ്ടായതാ. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാന്ന് കൊടുവള്ളി പറ. അവിടെയാണ് എന്താ നിനക്ക് തെറ്റിയത്. അങ്ങനെയല്ല, സുധാകർജി ഇയാളോട് പറഞ്ഞത് 100% ശരിയാ. ഈ പ്രോജക്റ്റിലേക്ക് അനന്തന് അന്തരീക്ഷത്തിൽ നിന്ന് വന്ന് ചേർന്നൊന്നും അല്ലല്ലോ. അനന്തന്റെ ചേട്ടനാണ് ആദിത്യൻ. നിന്റെ കയ്യിൽ ഫണ്ടില്ല, ചേട്ടൻ സപ്പോർട്ട് ചെയ്യണം, ഈ പ്രോജക്റ്റ് വിജയമാവണം. അതിനപ്പുറത്ത് ഒരജണ്ടയും നിന്റെ ചേട്ടനില്ലാന്ന് സുധാകർജി എന്നോട് പറഞ്ഞു. എടോ, ഇത് നിങ്ങളുടെ ചേട്ടൻ സുധാകർജിയോട് പറഞ്ഞതേ ഇന്നും ഇന്നലെ ഒന്നും അല്ല. നമ്മുടെ ഈ പ്രോജക്റ്റ് ഓണാവുന്നതിന് തൊട്ടടുത്ത ദിവസം സുധാകർജി നിന്റെ ചേട്ടനുമായിട്ട് സംസാരിച്ചു. ബിസിനസ് ലെവലിൽ എന്തോ പഴയകാല ബന്ധമുണ്ട് അവർ തമ്മിൽ. പല്ലവിമോളുടെ വിവാഹത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ സുധാകർജി തന്റെ തറവാട്ട് വീട്ടിൽ വന്നിരുന്നു. അന്നെടുത്ത തീരുമാനമായത്. എന്ത് തീരുമാനം? ഇത്രേ പറഞ്ഞുള്ളൂ. അനിയന്റെ പ്രോജക്റ്റ് നടക്കണം, സഹോദരൻ രക്ഷപ്പെട്ട് കാണണം. തന്റെ കൈ പണമില്ലാത്തതുകൊണ്ട് ഒരു ഷെയർ പുള്ളി തരാമെന്ന്. പക്ഷെ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, ഒരു കാരണവശാലും അനിയൻ അറിയരുത്. പക്ഷെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോ അത് നേരിട്ട് വന്ന് പറയേണ്ടി വന്നു. കൊടുവള്ളി, അങ്ങനെ പറയണമെങ്കിൽ എന്റെ ചേട്ടന് എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ചേട്ടത്തിക്ക്. അല്ലാതെ ഇങ്ങനെ വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇയാള് നേരാൻ വഴിക്കൊന്ന് ചിന്തിക്കണെന്താ? ഇയാളും ഇയാളുടെ ചേട്ടനും തമ്മിലുള്ള ശത്രുതയുടെ ബേസ് എന്തായിരുന്നു? ചേട്ടനോ കുടുംബത്തിലുള്ളവരോ പറയുന്നത് കേൾക്കാതെ അന്യജാതിക്കാരിക്കും അവളുടെ കുടുംബത്തിനും ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്തില്ലേ? എടോ, താൻ വീണുപോരുതെന്ന് ആഗ്രഹിക്കുന്ന ഒറ്റ ഒരാളെ ഉള്ളൂ, അത് തന്റെ കൂടപ്പറപ്പ് തന്നെയാ. അങ്ങനെ താങ്ങി നിർത്താനേ ആ മനുഷ്യനെ ഇപ്പൊ ഉള്ളൂ, ആ ഒരു കൂടപ്പറപ്പേ ഉള്ളൂ. അതിനാ അയാൾ വന്നത്. അല്ലാതെ തന്റെ പടത്തിന്നേ കോടികൾ സമ്പാദിച്ചുകൊണ്ട് പോകാനൊന്നുമല്ല. പടം ഓടിയെങ്കിലല്ലേ വല്ലതും കിട്ടൂ. ഓടിയില്ലെങ്കിലേ തന്റെ ഫ്യൂച്ചർ അതോടെ തീർന്നു. അയാൾക്ക് വേറെ 100 പ്രോജക്റ്റ് ഉണ്ട്. അപ്പൊ താന് എവിടെയാവും? പുറത്താവും. ആ ഗതികേട് വരാതിരിക്കാനാ തന്റെ ചേട്ടൻ തനിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. എടോ, ഇത് ഞാൻ അയാളിൽ നിന്ന് മനസ്സിലാക്കിയതാ. സിനിമയും സിനിമാക്കാരും പുച്ഛമായിരുന്നല്ലോ എന്റെ ചേട്ടന്. എന്റെ ക്യാമറയുടെ മുന്നിലേ കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട്. എന്നിട്ട് അയാൾ വലിയൊരു സിനിമാ നിർമ്മാതാവ്. ആ അയാളുടെ പ്രോജക്റ്റിന് വേണ്ടി ഞാൻ എങ്ങനെ ക്യാമറ വെക്കും? നടക്കില്ല, നടക്കുന്ന പ്രശ്നമില്ല. അപ്പോ മീറ്റിംഗ് അറേഞ്ച് ചെയ്യ്. ഞാൻ ഏതായാലും അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാരും കൂടി ചേർന്ന് മീറ്റിംഗ് അറേഞ്ച് ചെയ്യ്. ഭക്ഷണം എടുത്തോ? അത് ബാങ്കിൽ നിന്ന് പേപ്പറൊക്കെ ശരിയായാലേ നടക്കൂന്ന് താഴോട്ട് വന്നില്ലേ? ചായ കുടിക്കാൻ ഞാൻ വിളിക്കാം കേട്ടോ. ചെന്നൊന്ന് വിളിക്കേ. ഓക്കെ. അവൾ ഇതുവരെ വന്നില്ലേടി? ഇല്ല, വന്നില്ല. അതെന്താ എഴുന്നേറ്റില്ലേ ഇതുവരെ? മോളെ, വല്ലവി മോളെ, മോളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിക്കുന്നു. എനിക്ക് വേണ്ട ചേച്ചി. ചേച്ചി പെട്ടിയും താഴേക്ക് വെച്ചേക്കാം. മോളിത് എവിടെ പോവാ? ഞാൻ എന്റെ വീട്ടിൽ പോന്നു. മോളുടെ വീട് ഇതല്ലേ? ചേച്ചി കല്യാണം കഴിച്ചല്ലേ? എന്നിട്ട് ചേച്ചി നിൽക്കുന്ന ഹസ്ബൻഡിന്റെ വീട്ടിലാണോ ഹസ്ബൻഡ് ചേച്ചിയുടെ വീട്ടിലാണോ നിൽക്കുന്നേ? അത് മോള് ചോദിച്ചത് മനസ്സിലായി. മോള് നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ. മമ്മിയും പപ്പയും കൂടെ മോളെ പിടിച്ചു നിർത്തിയത് തെറ്റാ. അതുകൊണ്ടല്ലേ കല്യാണം കഴിഞ്ഞ് 2 ആഴ്ചക്കുള്ളില് 2 പേരും കൂടി ഇങ്ങനെ തെറ്റിപ്പിരിഞ്ഞ് 2 വീട്ടിൽ നിൽക്കേണ്ടി വന്നത്. 8 വർഷം കഴിഞ്ഞ എന്റെ ഭർത്താവും ഞാനും തെറ്റിപ്പിരിഞ്ഞ് 2 വഴിക്കായത്. ഇത് 2 ആഴ്ച പോലും ആയിട്ടില്ല. നിങ്ങൾ സെപ്പറേറ്റഡ് ആണോ? കാശില്ലേലും കുഴപ്പമാ, കാശ് കൂടിയാലും കുഴപ്പമാ. ഇവിടെ അതാ. മോള് പോകാനിറങ്ങിയതാണെങ്കിലേ പെട്ടി ഞാൻ താഴെ കൊണ്ടുവയ്ക്കാം. ഞാൻ യൂബർ വിളിച്ചിട്ടുണ്ട്. മോളെ വല്ലതും കഴിച്ചേച്ചേ പോകാവുള്ളേ. ലതേച്ചി ഉണ്ടാക്കിയതാ. ഇനി ഞാൻ വിളമ്പി തരുന്നത് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ? വേണ്ടല്ലോ ചേച്ചി, ഞാൻ പിന്നെ കഴിച്ചോളാം. നീ ഇത് എങ്ങോട്ടല്ലേ?
പുറത്ത് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. അതെന്തിനാ? ടാക്സി വരുമെന്ന്. ദേ അവള് ടാക്സി ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന്. പോയി നോക്ക്. ദേ ഒരു വണ്ടി വന്നല്ലോ. ആ അപ്പൊ അവള് തീരുമാനിച്ചിട്ട് തന്നെയാ. ശരി പപ്പ, കാണാം, ബൈ. മോളെ നീ എങ്ങോട്ട് പോവാ? പോകേണ്ടടുത്ത് തന്നെയാ പോന്നെ. എടി നീ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? അവൻ എന്തോ യാത്രയിലാണ്, അങ്ങോട്ട് ചെല്ലണ്ടെന്ന് ആ പറഞ്ഞു. എന്തേലും ആവട്ടെ, ഞാൻ ചെന്നേറി വീടല്ലേ, ഞാൻ അങ്ങോട്ട് തന്നെ പോവാം. അവളുടെ അഹങ്കാരം കണ്ടില്ലേ?